ആര്യ ചേച്ചി, യെസ്, ഇനി ഒരു പെർഫോമൻസ് റൗണ്ട് ആയാലോ? ഈ I am പെർഫോമൻസ് ready. റൗണ്ടിൽ വരുന്ന പാട്ട് നമുക്ക് എല്ലാവർക്കും സ്പെഷ്യൽ ആണ്. അതിന് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അത് വന്നതിന് ശേഷം ഞാൻ പറയാം. Yes. നമ്മുടെ അനുഷ്കാണ് വരാൻ പോകുന്നത്. ലെറ്റ്സ് വെൽക്കം അനുഷ്ക കുട്ടി ഓൺ സ്റ്റേജ്. അയ്യോ, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അതെന്തോ മുടി, ഇത് നിന്റെ ഒറിജിനൽ മുടിയാണോടാ? ഒറിജിനലാ. 3 മണിക്കൂർ എടുത്തിട്ട് ചെയ്തതാ. ആണോ? ഇത് മഞ്ജു ചേച്ചി സിനിമയിൽ എങ്ങനെയാ? എനിക്ക് ഹെയർ ചെയ്ത് തന്നത് പ്രീമാൻഡിയും മേക്കപ്പ് ബിജി ശങ്കുള ചെയ്തു തന്നു. കുറേ നേരം അടിപൊളി എടുത്തിട്ട് കേട്ടോ. സൂപ്പർ കോസ്റ്റ്യൂം അമ്മ. അത് പറയാത്തത് അമ്മ. അതെ. ഇന്ന് പാടാൻ പോകുന്ന പാട്ട് എപ്പോഴും നിങ്ങൾ മൂന്നാളല്ലേ ഡീറ്റെയിൽസ് പറയാ. ഇതിനെ പറ്റി എനിക്ക് കുറച്ച് ഡീറ്റെയിൽസ് പറയാനുണ്ട്. അത് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്. ആയിഷ എന്ന് പറഞ്ഞ മൂവിയാണ്. ഓഫ് കോഴ്സ് നമുക്കറിയാം, നമ്മുടെ MJ അങ്കിളുടെ ഫിലിമാണ്. അത് മാത്രല്ല, അധികം ആർക്കും അങ്ങനെ അറിയാത്തൊരു കാര്യമുണ്ട്, ഒരു സീക്രട്ട് ഉണ്ടെന്ന്. അതൊരു വലിയ സീക്രട്ട് ആണ് കേട്ടോ. നമ്മുടെ ഒമാനിലെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലെ സിനിമാന എന്ന് പറഞ്ഞിട്ട് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലില് ആയിഷയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് MJ അങ്കിളിനാണ് ആ വർഷത്തെ പ്രൈസ് കിട്ടിയത്, അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ശരിയല്ലേ MJ അങ്കിൾ? അത് മാത്രല്ല, ആയിഷയ്ക്ക് സ്റ്റേറ്റ് അവാർഡും ഉണ്ടായിരുന്നു അല്ലേ? ഇതെല്ലാം വലിയ വലിയ അതെ അച്ചീവ്മെന്റ്സ് ആണ്. ഇപ്പൊ ഈ പാട്ട് കൊണ്ടുവന്നപ്പോ ഞാൻ ഓർത്തു. അപ്പൊ MJ അങ്കിളിന് കൺഗ്രാറ്റ്സ്. ഇപ്പൊ ആരും പറയാത്ത കാര്യം മീൻകുട്ടി പറഞ്ഞപ്പോ ഒത്തിരി സന്തോഷം. ഓ താങ്ക് യു. എനിക്ക് പറയാൻ പറ്റിയതിൽ ഞാൻ ഹാപ്പി. അപ്പൊ എനിക്ക് മനസ്സിലായി, കണ്ണില് കണ്ണില്. ഇത് പാടിയിരിക്കുന്ന ആരാണ്? അഹി അജയൻ. അതെ, മാം. അതെ. ഈ അഹിയെ കണ്ടുപിടിച്ച ഒരു സ്റ്റോറി ഉണ്ട് കേട്ടോ. അത് എനിക്കും കേൾക്കണം, ഇൻട്രസ്റ്റിംഗ്. ഓരോ പാട്ടിനും ഓരോ വോയിസ് വെച്ചിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലേ? അതുപോലെയാണ് ഈ അഹി ഈ പാട്ടിൽ സംഭവിക്കുന്നത്. അപ്പൊ ഞാനിത് കമ്പോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കമ്പോസ് ചെയ്തപ്പോഴത്തേക്കും ഇത് ആര് പാടും എന്നുള്ളൊരു തോന്നല് ഉണ്ടായി. അപ്പൊ അതിങ്ങനെ ഒരുപാട് ആലോചിച്ചിട്ട് എനിക്ക് കിട്ടുന്നില്ല. എനിക്കൊരു പുതിയ വോയിസ് വേണം, ഡിഫറെന്റ് വോയിസ് വേണം, അത് പ്രത്യേക രീതിയിൽ പാടുകയും വേണം. അപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ശ്വേത മേനോനില്ലേ, ആക്ടർ, അപ്പൊ ശ്വേത എന്റെ അനിയത്തിയാണ്. അപ്പൊ ശ്വേത എനിക്കൊരു മെസ്സേജ് ചെയ്തു, ചേട്ടാ ഒരു വോയിസ് ഉണ്ട്, ചേട്ടനൊന്ന് കേട്ട് നോക്കാം. ഇതൊന്നും അറിഞ്ഞിട്ടില്ല, വെറുതെ ഇങ്ങനെ അത് അയച്ചു തരട്ടെ എന്ന് പറഞ്ഞു. എനിക്കിങ്ങനെ അയച്ചു തന്നു. അപ്പൊ ആദ്യം പേരൊന്നും പറഞ്ഞില്ല. ഞാൻ പാട്ട് കേട്ട് നോക്കിയപ്പോൾ അസാധ്യമായിട്ട് പാടുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത് ഏത് സിംഗറാണ്? അപ്പൊ പേര് പറഞ്ഞു, അഹി അജയൻ എന്നാണ്, US-ലാണ് എന്ന് പറഞ്ഞു. അങ്ങനെ അഹിയെ കോൺടാക്ട് ചെയ്തു. അഹി എടുത്ത് പറഞ്ഞു, ഒരു പാട്ടിന്റെ പല്ലവി ഞാൻ പാടി അയക്കാം, അത് തിരിച്ച് പാടി അയക്കാമോ എന്ന് ചോദിച്ചു. അപ്പൊ അഹി പറഞ്ഞു, യെസ് സർ, ഐ വിൽ ഡു ദാറ്റ് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ കണ്ണില് പാടി കൊടുത്തു. അത് അഹി പാടി കേട്ടപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി, ഇത് അഹിയാണ് പാടേണ്ടത്. അങ്ങനെയാണ് അഹിയെ ഈ പാട്ടിലോട്ട് കൊണ്ടുവരുന്നത്. അതിനുശേഷം അഹി ഒരുപാട് പാട്ടുകൾ, ഹിറ്റ് സോങ്സ് ഒക്കെ പാടിയിട്ടുണ്ട്. അങ്ങനെ ഒരു കണ്ടെത്തലാണ് ശരിക്കും പറഞ്ഞാൽ അഹി. വെരി ടാലന്റഡ് പേഴ്സൺ. അപ്പൊ അഹിക്ക് ഒരു ഹായ്. അങ്ങനെയാണ് ഒരു പാട്ടിൽ ഒരാളുണ്ടാവുന്നത്. ടോപ്പ് സിംഗറിൽ ഇത് നമ്മുടെ അനുഷ്ക് ആണ് പാടുന്നത്. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ, ഇതില് ഇന്റർനാഷണൽ ആർട്ടിസ്റ്റ് വായിച്ചിട്ടുണ്ട് ഈ പാട്ടിൽ. അത് നമ്മൾ റെക്കോർഡ് ചെയ്തത് ദുബായിലാണ്. ഇതിന്റെ വോയിസസ് ഒക്കെ റെക്കോർഡ് ചെയ്തത്. ഇസ്താംബുൾ സ്ട്രിംഗ് ഓർക്കസ്ട്രയാണ് ഇതിനകത്ത് പ്ലേ ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് ഈ പാട്ടിനെ സംബന്ധിച്ചിടത്തോളം. അതിന്റെ റെക്കോർഡിങ്ങിന്റെ ചില വിഷ്വൽസ് എന്റെ കയ്യിലുണ്ടായിരുന്നു. അതിപ്പോ നമുക്കിവിടെ കാണാം. ارقصي وحلقي في العالي في الهوى في العمر كله اشرقي يا هوا يا هوا. Nice, very nice. I like it. قوم ارقصي وحلقي في العالي في الهوى في العمر كله اشرقي يا هوا يا هوا. Only thing is this one. برة قرة زهرة حرة. I want it like that. Ready? Yeah. تدرين انت نجمة قرة زرة. اوكي. لا يا سهلة بالاغلى بالاحلى يا احلى يا سهلة بالاغلى بالاحلى الاغلى الاولى دندني لا 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 لا. അങ്ങനെയൊക്കെയാണ് എന്റെ റെക്കോർഡിംഗ്. നമ്മൾ അവിടെ എത്തിയ പോലെ കേട്ടോ, വിഷ്വൽസ് കണ്ടപ്പോ. ഇതെവിടെ കാണിച്ചിട്ടില്ല കേട്ടോ, എന്റെ ഫോണിൽ റെക്കോർഡ് ചെയ്താണ്. ഫസ്റ്റ് ടൈം ആണ്. ടോപ്പ് സിംഗറിലാണ്. എല്ലാവരും ഇത് കാണണം എന്ന് പറഞ്ഞാൽ ഒരു റെക്കോർഡിങ്ങിന്റെ ഒരു എസൻസ് ഉണ്ട്, ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട്. അത് എത്രത്തോളം നമ്മൾ അത്രയും ഇൻട്രസ്റ്റഡ് ആയിട്ട്, അത്രയും ഇൻറ്റുയിറ്റ് ആയിട്ടാണ് അത് ചെയ്യണേ.
അതാണ് ഇന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. Yes, എന്റെ thank you. മാത്രമല്ല എല്ലാ മ്യൂസിക് കമ്പോസേഴ്സിന്റെ അങ്ങനെ തന്നെ ആയിരിക്കും. ഈ പാട്ട് എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. കാരണം മിഡിൽ ഈസ്റ്റേൺ മ്യൂസിക്കിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും എൻ്റെ ഏറ്റവും വലിയ ഒരു സ്വപ്നം എന്ന് പറയുന്നത് ഒരു ഇൻഡോ അറബ് മ്യൂസിക്കൽ കോൺഫ്ലുവൻസിലുള്ള ഒരു സിംഫോണിക് ആയിട്ടുള്ള ഒരു കോമ്പോസിഷനാണ്. ഒരു കാര്യം കൂടെ പറയാം, ഈ ആയിഷ എങ്ങനെ എനിക്ക് ഈ സിനിമ കിട്ടി എന്നുള്ളത് അത് ടോപ്പ് സിംഗറുമായിട്ട് ബന്ധമുണ്ട്. കാരണം ടോപ്പ് സിംഗറിന്റെ ഷൂട്ടിനായിട്ട് ഞാൻ ഈ എറണാകുളത്ത് ക്രൗൺ പ്ലാസയിൽ താമസിക്കുകയാണ്. അപ്പൊ ഷൂട്ട് കഴിഞ്ഞിട്ട് രാത്രി ഞാൻ ഇവിടെ നിന്ന് ക്രൗൺ പ്ലാസയിൽ പോവാണ്. അപ്പൊ ക്രൗൺ പ്ലാസയിൽ പോയപ്പോഴത്തേക്കും 2 ആൾക്കാർ അവിടെ റിസപ്ഷനിൽ ഇരിക്കുന്നുണ്ട്. അവര് ഹലോ സാർ എന്ന് പറഞ്ഞു. അപ്പൊ ഞാനത് നമസ്കാരം, ഒരുപാട് പേരെ കാണുന്നുണ്ടല്ലോ. അവിടെ നിന്ന് ഞാൻ മേളിലോട്ടൊക്കെ കയറിപ്പോയി. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും അവരെന്നെ ഫോണിൽ വിളിക്കുന്നു. ഇതേ ആൾക്കാർ, ഒന്ന് കാണാൻ പറ്റുമോ സാർ, റൂമിലോട്ട് വരട്ടെ എന്ന് ചോദിച്ചു. ഒരു സിനിമയായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പൊ അങ്ങനെ അവർ എൻ്റെ റൂമിലോട്ട് വരുന്നു. അതിലൊരാൾ നമ്മുടെ ഡയറക്ടർ ആമീർ പള്ളിക്കലാണ്. അപ്പോൾ ആമീർ റൂമിൽ വന്നിട്ട് പറഞ്ഞു, സാർ നമ്മുടെ ഒരു സിനിമ ചെയ്യണം. ഞാൻ പറഞ്ഞു ഇപ്പൊ നമ്മൾ കണ്ടല്ലേ ഉള്ളൂ. അപ്പോൾ പറഞ്ഞു, അല്ല നമ്മൾ അവിടെ ഇരുന്ന് ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഈ സിനിമയ്ക്ക് ആര് മ്യൂസിക് ചെയ്യണമെന്ന് ഇങ്ങനെ ഡിസ്കസ് ചെയ്തു. അപ്പോഴാണ് സാറിനെ കണ്ടത്. അപ്പൊ സാറ് മതിയെന്ന് നമ്മൾ അങ്ങനെയാണ് തീരുമാനിച്ചത്. എന്നല്ലേ. താങ്ക് യു സോ മച്ച് ഫോർ ടേക്കിംഗ് us to your world. അങ്ങനെയാണ് ഈ സിനിമയിൽ മ്യൂസിക് കമ്പോസർ ആളാണ്. നിമിത്തം അല്ലേ? അത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവമാണ്. ആമിർ ഇസ് എ വെരി വെരി ടാലന്റഡ് ഡയറക്ടർ. ആമിറിന്റെ പുതിയ സിനിമകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് മലയാളത്തിന് എടുത്തു വെക്കാവുന്ന സിനിമകളാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഇത് എഴുതിയിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട ഹരിയാണ്. ഞാൻ ഹരേ എന്ന് വിളിക്കുന്ന BK ഹരിനാരായണൻ. അപ്പൊ നമുക്ക് ആയിഷയിലോട്ട് കടക്കാം. ഓക്കെ, റൈറ്റ്.
അനുഷ്ക് എന്ത് ബ്രാവോ. താങ്ക് യു സർ. ഒരു വളരെ ബ്രേവ് എഫേർട്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ചും ഈ അറബിക് ലിറിക് ഉണ്ടല്ലോ, അത് ഏകദേശമൊക്കെ അത് കൃത്യതയിലാണെന്ന് എനിക്കും പറയാൻ അറിഞ്ഞൂടാ. കാരണം അന്ന് റെക്കോർഡ് ചെയ്തതിനു ശേഷം ഞാൻ മറന്നുപോയി. പക്ഷെ എന്നാലും ഇറ്റ് ഫെൽറ്റ് ലൈക്ക് ഇറ്റ് ഇസ് വെരി ഓതന്റിക്. ഇറ്റ് ഫെൽറ്റ് നമ്മളെ മേക്ക് ബിലീഫ് ആണല്ലോ, അപ്പൊ ആ മേക്ക് ബിലീഫില് വെരി നൈസ്. താങ്ക് യു സർ. പിന്നെ എനിക്ക് തോന്നുന്നു പറഞ്ഞാൽ ആ ആദ്യത്തെ വെരി ബിഗിനിങ്ങിലുള്ള കണ്ണില് എന്ന് തുടങ്ങുന്ന മാത്രം ആ പിച്ചില് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. ഇടയ്ക്കുള്ള കണ്ണിലും അതുപോലെ പിച്ചില് പ്രശ്നം ഉണ്ടായിരുന്നു. അതല്ലാതെ ബാക്കി ഏരിയ സൂപ്പർ ആയിരുന്നു. താങ്ക് യു സർ. ഒത്തിരി ഇഷ്ടമായിരുന്നു. താങ്ക് യു സർ. വോയിസിനെ കുറച്ച് ട്വീക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു ഫ്ലേവർ, ആ മിഡിൽ ഈസ്റ്റേൺ ഫ്ലേവർ കറക്റ്റ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ കനവതേടാണ് പാടിയില്ലേ, അതൊന്ന് പാടിക്കേ. അതെ, കനവ് തേടാണ്. അത് അങ്ങനെ പാടണമെന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞത് ഞാനിപ്പോ ഓർക്കാണ്. അങ്ങനെയാണ് പാടുക, അങ്ങനെയാണ് പാടേണ്ടത്. അതിങ്ങനെ പിടിച്ചെടുത്തിട്ടുണ്ട്. താങ്ക് യു സർ. ആ ഇടയ്ക്കുള്ള അറബിക് ഫ്രേസ് എങ്ങനെയായിരുന്നു? ഓ, ഇത് ജുവലിനെ വിളിക്കേണ്ടി വരും കറക്റ്റ് ആണോ എന്ന് ചോദിക്കാൻ. അതുപോലെ തന്നെ ഇതിന്റെ കൊറിയോഗ്രാഫിയുടെ കാര്യം, ഇത് പ്രഭുദേവ സാറാണ് കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത്. അപ്പൊ മഞ്ജു ഇതിന്റെ കമ്പോസിങ്ങിലൂടെ ഫുൾ ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കണ്ണിൽ എന്നുള്ളത് മഞ്ജുവിനെന്തോ അത്ര ഇഷ്ടപ്പെടുന്നില്ല. ഒരുപാട് പാട്ടിൽ കണ്ണിൽ അങ്ങനെ ഒരുപാടുണ്ട്. പക്ഷെ ഇതിൽ കണ്ണിൽ ഇതാണോ ചേട്ടാ എന്ന് പിന്നെ ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ ഹരിയെടുത്ത് സംസാരിച്ച് അങ്ങനെ നമ്മൾ കുറേ ഓപ്ഷൻസ്, ഹരി എനിക്ക് തോന്നുന്നു ഒരു 50 ഓപ്ഷൻസ് ഈ കണ്ണിൽ എന്നുള്ളതിന് മാത്രം എഴുതി. അപ്പൊ അവസാനം നമ്മൾ തിരിച്ച് കണ്ണിൽ തന്നെ വന്നു. അപ്പൊ മഞ്ജുവിന്റെ ഒരു സപ്പോർട്ട് വലുതായിരുന്നു ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം. അത് മറക്കാൻ പറ്റാത്തതാണ്. അപ്പൊ മഞ്ജു എന്തൊക്കെയാണോ ആ കൊറിയോഗ്രാഫിയിൽ നന്നായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്, അതെല്ലാം അനുഷ്ക അതുപോലെ തന്നെ എടുത്ത് ആ മൊമെന്റ്സ് ഇവിടെ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. ദാറ്റ് ഇസ് വെരി ഗുഡ്. ഈവൻ ആ ഹെയർ ഡിസൈൻ പോലും അമ്മയുടെ അത് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല ഒറിജിനൽ. ഇതെങ്ങനെ ഇറ്റ് സൗണ്ടഡ് ലൈക്ക് ഒറിജിനൽ. അനുഷ്ക കുട്ടി, എനിക്കും അത് ഇന്ന് പാടിയത് വളരെ 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 ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് അത് ഒറിജിനലിനെ പോലെ തന്നെ തോന്നി. അങ്ങനെ തന്നെ ഒപ്പിയെടുത്ത് പാടിയിട്ടുണ്ട്. പിന്നെ അറബിക് വേർഡ്സ് ഒക്കെ ശരിയാണോ ഇല്ലയോ എന്ന് അത് MJ അങ്കിളിന് പോലും ഓർമ്മയില്ല. അപ്പൊ പിന്നെ ഞാനും അതിനെ പറ്റി പറഞ്ഞിട്ടൊരു കാര്യമില്ല. പക്ഷെ ഇപ്പൊ പാടിപ്പിച്ച ഭാഗമില്ലേ, അതെ, കുമർ ഖസി അതെ, അതൊക്കെ നന്നായിരുന്നു. ആ ഭാഗമൊക്കെ സൂപ്പറായിട്ട് വന്നു. ആകെ കണ്ണിൽ നിന്ന് തുടങ്ങുന്ന ഫസ്റ്റ് പല്ലവി, അങ്ങനെ ഇടയ്ക്കുള്ള ഒരു പല്ലവി, ലാസ്റ്റ് പല്ലവി, കണ്ണിൽ തുടങ്ങുന്ന ഭാഗത്ത് മാത്രം ശ്രുതി സ്റ്റഡി അല്ലായിരുന്നു. പക്ഷെ ബാക്കിയെല്ലാം അതിമനോഹരമായിട്ട് പാടി. ആ ഡാൻസ് അതൊക്കെ നല്ല ഗ്രേസ് ഉണ്ടായിരുന്നു കാണാൻ. ആ സ്റ്റെപ്സ് ഒക്കെ ഇട്ടില്ലേ, അതെ ത്രൂ ഔട്ട് ചെയ്തു. സാധാരണ അങ്ങനെ ആരും ചെയ്യാറില്ല. ഇത് ഒരു ടെൻഷനും ഇല്ലാതെ ഡാൻസ് ചെയ്ത് അനുപല്ലവിയും ചരണമൊക്കെ തുടങ്ങി തൊട്ട് മുമ്പ് വരെയൊക്കെ ഡാൻസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ആ ധൈര്യത്തിനെ ഞാൻ സമ്മതിക്കുന്നു. അതെന്താ പറയാ, ഫേവറേറ്റ് മ്യൂസിക് ഡയറക്ടറുടെ പാട്ട് കിട്ടിയതുകൊണ്ടാണ്. അപ്പൊ എന്തായാലും കൊള്ളാം, സൂപ്പർ ആയിരുന്നു. അനുഷ്ക കുട്ടി, എന്ത് കിടിലം പെർഫോമൻസ്. പെർഫോമൻസ് ആസ്പെക്റ്റിൽ കിടിലം പെർഫോമൻസ്. MJ സർ ഇവിടെ ഇരിക്കുന്നുണ്ട്, വേറെ ഒന്നും പറയാനില്ല. So for today's performance, Anush going to be awarded 99.5 on 100. Thank you sir. അനുഷ് എന്ത് കമ്പോസ് ചെയ്ത മ്യൂസിക് ഡയറക്ടറുടെ കയ്യിൽ നിന്നാണ് ഈ മാർക്ക് കിട്ടുന്നത്. ഇതൊരു ലക്കാണ് കേട്ടോ, അടിപൊളി. പിന്നെ അത് മാത്രല്ല, ഈ സെക്കൻഡ് സ്റ്റേജിൽ ഇങ്ങനെ ഇത്രയും മാർക്ക് കിട്ടാന്ന് പറയുന്ന അത്ര സിമ്പിൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഓൾ ദ ബെസ്റ്റ്. അത് മാത്രല്ല, ഒരു ഡബിൾ ധമാക്കിയുണ്ട്. അനുഷ്കാണ് നമ്മുടെ പെർഫോമർ ഓഫ് ദ ഡേ. ആര് വരണം? MJ sir. അനുഷ്ക കുട്ടിക്ക് വില്ലി വൈറ്റിന്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ഒറിജിനൽ പാട്ടുകാരാണെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മൾ 3 പേരും അങ്ങനെയാണ് അല്ലേ? അതാണ് സ്റ്റഫ് എന്ന് പറയുന്നത്. ആ സ്റ്റഫ് നമ്മുടെ കുഞ്ഞിന് ഉണ്ടാവട്ടെ. ആ ടാലന്റ് ഉണ്ട്, ആ സ്റ്റഫ് വന്നു ചേരും തീർച്ചയായിട്ടും കേട്ടോ. അതിനിടയിൽ പല്ല് തേക്കാനും മറക്കണ്ട. താങ്ക് യു MJ അങ്കിൾ. കൺഗ്രാറ്റ്സ് അനുഷ്ക കുട്ടി. താങ്ക് യു. Thank you uncle. Bye.